പുതുച്ചേരിയിൽ നടക്കുന്ന CPI പാർട്ടി കോൺഗ്രസിൽ ഇന്ന് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ആരംഭിക്കും. കേരളത്തിലെ പേയ്മെന്റ് സീറ്റ് ഉൾപ്പെടെയുള്ളവ പാർട്ടി കോൺഗ്രസിൽ ചർച്ചയാക്കാനാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ തീരുമാനം. അതേസമയം സി ദിവാകരനെ വീണ്ടും ദേശീയ സെക്രട്ടേറിയറ്റിന്റെ ഭാഗമാക്കണമെന്നുള്ള ആവശ്യവുമായി കേരളത്തിൽ നിന്നുള്ള ഒരു വിഭാഗം നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു. പാർട്ടിയിലെ വിഭാഗീയ പ്രവർത്തനം സംഘടനയെ പിന്നോട്ടടിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന സംഘടനാ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി അവതരിപ്പിച്ചത്. കേരളത്തിലെ സംഘടനാ വിഷയങ്ങളെക്കുറിച്ച് കാര്യമായ പ്രതിപാദ്യം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ പാർട്ടിയെ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കിയ തിരുവനന്തപുരത്തെ പേയ്മെന്റ് സീറ്റ് വാദം പാർട്ടി കോൺഗ്രസിൽ ചർച്ചയായേക്കുമെന്നാണ് സൂചന. കേരളത്തിന് പുറത്തുനിന്നുള്ള ചില പ്രതിനിധികൾ വിഷയം പൊതുചർച്ചയ്ക്കിടെ ഉന്നയിക്കും. അതേസമയം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ദേശീയ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സി ദിവാകരനെ തലസ്ഥാനത്ത് തിരിച്ചെത്തിക്കാനുള്ള നീക്കവും സജീവമാണ്. ദിവാകരനെ ദേശീയ കൗൺസിലിൽ നിലനിർത്തണം എന്ന ആവശ്യവുമായി സംസ്ഥാനത്തു നിന്നുള്ള ഒരു വിഭാഗം നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. അതേസമയം ദേശീയ എക്സിക്യൂട്ടീവിൽ കേരളത്തിൽ നിന്ന് ഒഴിവുള്ള സ്ഥാനത്തേക്ക് ബിനോയ് വിശ്വത്തെ പരിഗണിക്കണം എന്നാണ് കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള പക്ഷത്തിന്റെ നിലപാട്. ഇന്നും നാളെയുമായി റിപ്പോർട്ടിനും രാഷ്ട്രീയ പ്രമേയത്തിനുമേലുള്ള ചർച്ച പൂർത്തിയാക്കിയ ശേഷം 29-ാം തീയതിയാകും പുതിയ ഭാരവാഹികളെ പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുക്കുക. നിലവിലെ സൂചനയനുസരിച്ച് സുധാകർ റെഡ്ഡി തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരും. CPIയുടെ പാർട്ടി പരിപാടിയിലുള്ള ഭേദഗതികൾക്കും പാർട്ടി കോൺഗ്രസ് അംഗീകാരം നൽകും. കേരളത്തിലെ സംഘടനാ വിഷയങ്ങളെക്കുറിച്ച് കാര്യമായ പ്രതിപാദ്യമൊന്നും ഇന്നലെ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി അവതരിപ്പിച്ച റിപ്പോർട്ടിലുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ പൊതുചർച്ചയിൽ കേരളത്തിലെ സംഘടനാ ദൗർബല്യങ്ങൾ കൂടുതൽ ചർച്ചയാക്കാനാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ തീരുമാനം. പുതുച്ചേരിയിൽ നിന്നും ക്യാമറാമാൻ PB ഷമീറിനൊപ്പം PG പ്രബോധ്, റിപ്പോർട്ടർ.